ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. ചെറിയൊരു ബ്രേക്കിന് ശേഷം നമ്മൾ റിവിഷൻ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി എന്നൊക്കെ പേരുള്ള 18ാമത്തെ ചാപ്റ്ററാണ്. നമ്മളെ ഗൈഡിൽ പഴയ സിലബസ് അനുസരിച്ച് ചാപ്റ്റർ 15 107 മുതൽ ഉള്ള പേജുകളിൽ കൃത്യമായി ഈ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ ചോദ്യോത്തരമായിട്ട് കൊടുത്തിട്ടുണ്ട്. 107 മുതൽ 115 വരെയാണ് വരിക. പ്രധാനമായും നമുക്കിതിൽ പഠിക്കാനുള്ളത് ഒന്ന്, ഇൻ്റലിജൻസ് കോഷ്യൻറ്റ്, ബുദ്ധിശക്തിയുടെ ഏകകം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. IQ എന്നാണ് ഇതിൻ്റെ പേര്, ഇൻ്റലിജൻസ് കോഷ്യൻറ്റ്. വില്യം സ്റ്റേൺസ് എന്നാൾ 1912 കൊണ്ടുവന്ന കൺസെപ്റ്റാണിത്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മെൻ്റൽ ഏജ്, ഒരാളുടെ മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്. സാധാരണ മെൻ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ മാനസികപരമായി അയാളുടെ ബുദ്ധിക്ക് എത്ര വളർച്ചയുണ്ടെന്ന് കണ്ടെത്തുക. ക്രോണോളജിക്കൽ ഏജ് എന്നുള്ളത് അയാളുടെ സാധാരണഗതിയിലുള്ള അയാളുടെ പ്രായമായി കണക്കാക്കുക. അതിന് 100 കൊണ്ട് ഒന്നുകൊണ്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന നമ്പറാണ് IQ ആയിട്ട് വരുന്നത്. ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ IQ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റിംഗ് ഉണ്ട്. ഏറ്റവും ഓക്കെ ആയ ഇൻ്റലിജൻസിൻ്റെ പുറമെ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് മെൻ്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി എന്നാണ് പറയുക. ID എന്നാണ് പുതുതായിട്ട് ഉപയോഗിക്കുക. മെൻ്റൽ റിട്ടാർഡേഷൻ നിലവിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പം അതിൽ IDയുടെ വിവിധ സ്റ്റേജുകൾ, മൈൽഡ് എന്ന് പറയുന്നത് IQ 70 മുതൽ 50 വരെയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വാഭാവികമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, ജോലിയും കുടുംബമൊക്കെ കൊണ്ടുനടക്കാൻ പറ്റും. വിദ്യാഭ്യാസം കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നൽകേണ്ടി വരുമെന്നേ ഉള്ളൂ. മോഡറേറ്റ് ID എന്നുള്ളത് 49 മുതൽ 35 വരെയാണ്. 49ൻ്റെ 50ൻ്റെ താഴെ 35ൻ്റെ മുകളിൽ. ട്രെയിനബിൾ ആണ്. സെൽഫ് കെയർ, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരിക്കും. 34 മുതൽ 20 വരെയുള്ള IQ ഉള്ള ആളെ നമ്മൾ സിവിയർ ID എന്നാണ് പറയുക. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരാളായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോലും നമുക്ക് സൂപ്പർവിഷൻ കൊടുക്കേണ്ടി വരും. ബിലോ 20 വരുന്നത് പ്രൊഫൗണ്ടാണ്. ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസിയാണിത്. ഇനി കൂടുതൽ IQ ഉണ്ടെങ്കിലോ അവരെ നമ്മൾ ഇൻ്റലക്ച്വൽ ഗിഫ്റ്റഡ്നെസ് എന്നാണ് പറയുക. ഇൻ്റലിജൻസിൻ്റെ തിയറികളുമായി ബന്ധപ്പെട്ട് ഒന്ന് യൂണിഫാക്ടർ തിയറി. ആൽഫ്രഡ് ബിനെറ്റ് എന്ന ശാസ്ത്രജ്ഞനാണ് അത് കൺസെപ്റ്റ് ചെയ്തത്. എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കപ്പാസിറ്റിയാണ് അദ്ദേഹം ഇൻ്റലിജൻസിൻ്റെ യൂണിഫാക്ടർ തിയറിയിൽ പറഞ്ഞത്. 2 ഫാക്ടർ തിയറി സ്പിയർമാൻ പ്രപ്പോസ് ചെയ്തു. 2 തരത്തിലുള്ള ഇൻ്റലിജൻസ്, G ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും. G ഫാക്ടറിനെ ജനറൽ ഫാക്ടർ എന്നും S ഫാക്ടറിനെ സ്പെസിഫിക് ഫാക്ടർ എന്നും പറയും. അപ്പം ജനറലായി പൊതുവായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ബുദ്ധി ഉണ്ടാകും. അതിൻ്റെ പുറമെ ചില കാര്യങ്ങളിൽ കൂടുതൽ കഴിവുകൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് 2 ഫാക്ടർ. പിന്നെയുള്ളത് തേഴ്സ്റ്റന്റെ തിയറി ഓഫ് പ്രൈമറി എബിലിറ്റീസ്. അത് 7 എബിലിറ്റീസ് ഉണ്ട്. ഈ 7 എബിലിറ്റീസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാകും. ആ 7 എണ്ണം ഒന്ന് വെർബൽ കോംപ്രിഹെൻഷൻ, അതായത് വാക്കുകൾ, വീഡിയോസ്, കൺസെപ്റ്റ് ഒക്കെ. ന്യൂമറിക്കൽ എബിലിറ്റീസ്, നമ്പറുകളുമായി ബന്ധപ്പെട്ടിട്ട്. സ്പേഷ്യൽ റിലേഷൻഷിപ്പ്, വിഷ്വലൈസ് ചെയ്യാൻ, കാര്യങ്ങൾ കാണാനുള്ള ഒരു കഴിവ്. പെർസെപ്ച്വൽ സ്പീഡ്, കാര്യങ്ങൾ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ്. പിന്നെ വേർഡ് ഫ്ലുവൻസി, നന്നായി സംസാരിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള കഴിവ്. മെമ്മറി, അക്യുറസി ഇൻ റീകോളിംഗ് ഇൻഫർമേഷൻ, നല്ല ഓർമ്മശക്തി. ഇൻഡക്റ്റീവ് റീസണിങ്, ഉത്തരങ്ങൾ കണ്ടെത്താനും ചോദ്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ്. ഇങ്ങനെയുള്ള 7 വ്യത്യസ്തമായ പ്രൈമറി എബിലിറ്റീസിനെയാണ് നമ്മൾ തിയറി ഓഫ് പ്രൈമറി മെമ്പറബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ തേഴ്സ്റ്റൺ പ്രപ്പോസ് ചെയ്തത്. പിന്നെയുള്ളത് ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഓരോ തരത്തിലുള്ള ഇൻ്റലിജൻസ്, അതിൽ ലിംഗ്വിസ്റ്റിക്, ഭാഷാപരമായത്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ, മാത്സ് പരമായത്, സ്പേഷ്യൽ, വിഷ്വൽ ഇമേജസ്, മനസ്സിൽ ചിത്രങ്ങൾ രൂപപ്പെടുത്താൻ പറ്റുന്നത്, മ്യൂസിക്കൽ, സംഗീത താളാത്മകമായ കാര്യങ്ങൾ, പാറ്റേൺസ്, റിതംസ് ഒക്കെ ഇതിൽ വരും. ബോഡിലി കിനസ്തെറ്റിക്, ശാരീരിക മൂവ് ചെയ്യാൻ പറ്റുന്ന തുടങ്ങിയ കാര്യങ്ങൾ. ഇന്റർപേഴ്സണൽ, മറ്റു വ്യക്തികളുമായി ഇടപെടുന്നതിൽ. ഇൻട്രാ പേഴ്സണൽ, സ്വന്തം വ്യക്തിയെ മനസ്സിലാക്കുന്നതിൽ. നാച്ചുറലിസ്റ്റിക്, പ്രകൃതിയുമായി ഇടപെട്ടത്. ഇത്രയും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസി വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ 7 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ രീതിയിൽ ഹവാർഡ് ഗാർഡനർ
പ്രപ്പോസ് ചെയ്തത്. ഇനിയുള്ളത് ഈ IQവിൻ്റെ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത് ആൽഫ്രഡ് ബിനെറ്റ് പ്രപ്പോസ് ചെയ്ത ബിനെറ്റ് ടെസ്റ്റ് ആണ്. ഇന്ത്യയിൽ അതിനെ ബിനെറ്റ് കാമസ് ടെസ്റ്റ് BKT എന്നാണ് പറയുക. അതാണ് IQ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ടെസ്റ്റുകൾ പൊതുവായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റ്. ഒരാളെ കണക്ട് ചെയ്യുന്നു, ഒരാൾ മെഷർ ചെയ്യുന്നു, അല്ല ഒരു ഗ്രൂപ്പിനെ മെഷർ ചെയ്യുന്ന ടെസ്റ്റുകൾ. വെർബൽ ഓർ പെർഫോമൻസ് ടെസ്റ്റ്. വെർബൽ എഴുത്ത് വായന ഉപയോഗിച്ച്, നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്, പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യിച്ചിട്ട്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ് സാധാരണ IQ ടെസ്റ്റുകൾ ഉണ്ടാകുക. പിന്നെ ടെസ്റ്റുകൾ കൾച്ചറൽ ഫെയർ ആവണം, ഓരോ സംസ്കാരത്തിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവണം എന്നുള്ളത്. പിന്നെ ഒരു ടേമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരികമായിട്ടുള്ള സ്റ്റെബിലിറ്റി. ബുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ, ഒരു പ്രഷർ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, വൈകാരികമായി ഉയർച്ച ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെ കൃത്യമായി മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി ഉണ്ടാവണം. ദ എബിലിറ്റി ടു മോണിറ്റർ വൺസ് ഓൺ ആൻഡ് അതേഴ്സ് ഇമോഷൻസ്, ടു ഡിസ്ക്രിമിനേറ്റ് എമംഗ് ദം ആൻഡ് യൂസ് ദ ഇൻഫർമേഷൻ ടു ഗൈഡ് വൺസ് തിങ്കിങ് ആൻഡ് ആക്ഷൻസ്. ആ രീതിയിലാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു എവ്രി വൺ ആൻഡ് ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്.